വീടിനോട് എത്ര വെറുപ്പ്. ചിലർക്ക് ഇതൊരു സ്വപ്നമാണ്, ചിലർക്ക് തടവറയും. വീട് എനിക്കൊന്നൊരു ശ്മശാനമായിരുന്നു. എനിക്ക് തിരിച്ചറിവായ നാൾ മുതൽ അച്ഛനും അമ്മയും തമ്മിൽ ശത്രുക്കളായിരുന്നു. ഒരവധിക്കാലത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ചോരയിൽ കുളിച്ച് ബോധവറ്റ് കിടക്കുന്ന അമ്മയെ കണ്ടു. അച്ഛനെന്നും ക്രൂരനായിരുന്നു. അമ്മയുടെ മരണശേഷം അച്ഛൻ പണം തരും, കടം വീട്ടുന്നത് പോലെ. വിവരങ്ങൾ അന്വേഷിക്കും, ഒരു യന്ത്രത്തെ പോലെ. എനിക്ക് ആരെയും സ്നേഹിക്കാനില്ലായിരുന്നു. പക്ഷെ ഇന്നെനിക്കറിയാം. എനിക്കറിയൂ, വത്സ എന്നോട് ചോദിച്ചു, ഞാൻ നിന്നെ രമണിയെ ഏതർത്ഥത്തിലാണ് സ്നേഹിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരർത്ഥത്തിലുമല്ലെന്ന്. അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും ഞാൻ രമണിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ നരകമാണ്. എന്താ മോളെ ഇത്? കോളേജിൽ സമരം മറ്റോ ആണോ? പത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട് മോളെ? മെസ് എങ്ങനെ? ഇഷ്ടമാണോ മോക്ക്? അപ്പൊ ഹോസ്റ്റലിൽ മടുത്തു അല്ലേ? മാഡം എത്തിയിട്ടുണ്ടെന്ന് അമ്മാവൻ ഫോൺ ചെയ്തിരുന്നു. ഒന്ന് മുഖം കാണിക്കാമെന്ന് വെച്ച് വന്നതാ. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ കാണാൻ ചിലപ്പോ കോളേജിൽ വരും. ഇനി വരുമ്പോ ഹോസ്റ്റലിൽ വന്ന് കാണാം. ഓ ചെല്ല്. രണ്ടുപോലെ ഏത്തപ്പഴം കൂടെ കാഴ്ചവെക്കും. കേരള വണ്ടിയിൽ അഡ്വാൻസ് നോട്ടീസ് ഇല്ലാത്ത വരവല്ലേ? നേരത്തെ ഫിക്സ് ചെയ്തൊരു പാർട്ടിയുണ്ട്, ഒഴിവാക്കാൻ പറ്റും. അനിയത്തി ഉണ്ടല്ലോ, ഹോസ്റ്റൽ ഗോസിപ്പ് പറഞ്ഞിരിക്കട്ടെ. ഞാൻ നേരത്തെ വരാം. ഇന്ന് ഏതായാലും പ്രിയതമനെ മറ്റൊരിടത്തും തങ്ങിക്കാതെ ഞാൻ വീട്ടിലെത്തിക്കാം. എടാ അലവനതി, കൊല്ലന്റെ വീട്ടിൽ തന്നെ വേണോ സൂചി കച്ചവടം? കേറ് കേറ്. മമ്മി എപ്പോഴും വരുമ്പോ ലേറ്റ് ആവാറുണ്ടോ? സായിബച്ചനല്ലേ, വരുമ്പോഴേ വരൂ. ചിലപ്പോ ചന്ദ്രേട്ടൻ കൊണ്ടുവരും. ദീപാരാധനയ്ക്ക് സമയമായി, വാ പോവാ. ഞാൻ വരുന്നില്ല, മമ്മി നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാ മോളെ, വാശി പിടിക്കാതെ. ഈ പുഴയും പാടവും അമ്പലവും നെയ്യും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ. നിനക്കതറിയില്ല. മോള് വന്നെന്ന് ചന്ദ്രൻ പറഞ്ഞു.
ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു. എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലോ ഹോസ്റ്റലിലോട്ട് പോയത്. അത് ഞാൻ പറഞ്ഞില്ല. സോറി മാഡം, അടിയന്റെ പഴമനസ്സിൽ തോന്നിക്കൊണ്ട് പറഞ്ഞത്. എന്നാ വാ വീട്ടിൽ പോ. അല്ല, നിങ്ങൾക്കൊല്ല ആഹാരം കഴിക്കണ്ടേ? ചോറ് വിളമ്പാൻ പറയാം. കിടക്ക്. അങ്ങോട്ട് കേറ്. ഇങ്ങോട്ട് വാ. ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇങ്ങോട്ട് വാ. ഒരുപാടായി നോക്കി തീർന്നില്ലേ? നിനക്കിതൊന്നും കാണണമെന്നില്ലേ? അയ്യേ, എനിക്ക് അതല്ലേ തന്നെ. ദിസ് ഇസ് ലൈഫ്, ദി എൻജോയ്മെന്റ്. എനിക്ക് അത്തരത്തിലുള്ള എൻജോയ്മെന്റും വേണ്ട, ആ ലൈഫും വേണ്ട. നമുക്ക് ചുറ്റുമുള്ള ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാ കഴിയുന്നത്? നീ പോയി അന്വേഷിക്കും. പൂർണ്ണ സംതൃപ്തി, അതാണ് സെക്സിന്റെ മതം. ഡു യു ഫോളോ മീ? നോ. എങ്കിൽ പോയി കിടന്നോളൂ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. മാഡം ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എങ്കിൽ വാ. ഇത് നീ തന്നെ പാട്, കേൾക്കട്ടെ. എനിക്ക് വയ്യ. എന്നാ ഞാൻ പാടും. കേൾക്കാൻ വേറെ ആളിനെ നോക്കേണ്ടി വരും. ശരി, നീ തന്നെ ആയിക്കോ. റെഡി, 1 2 3 ഗോ. ഒരു ഡയറക്ടർ വന്നിരിക്കുന്നു.